എത്ര ദിവസമായി ഞാൻ നിങ്ങളെ വിളിക്കണോ? ഒന്ന് വരി നിങ്ങൾ ഇങ്ങടെ. എങ്ങനെയടി ഞാൻ വരുന്നത്? ഞാൻ വന്നപ്പോൾ ഇവിടെ ഒറ്റയ്ക്കാവില്ലേ? ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് എനിക്ക് അങ്ങനെ വരാൻ പറ്റുമോ? 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അതൊക്കെ അവൾ നിൽക്കും അവിടെ. അതൊന്നും ശരിയാവില്ല. അവൾക്ക് എന്താ തോന്നുക? എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് തള്ളമകളിൽ അവൾക്ക് വിരുന്നിരിക്കാൻ പോയി തോന്നില്ലേ? അവളതിന് മുമ്പ് നിങ്ങളില്ലാണ്ടൊക്കെ അവിടെ നിന്നിട്ടുണ്ടല്ലോ. പിന്നെന്താണ്? അന്ന് എന്ന് പറഞ്ഞ ചെക്കനുണ്ടായിരുന്നേ, അതുപോലെയാണ് ഇപ്പോ. അവളൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കും. ഞാൻ വേണമെങ്കിൽ വിളിച്ചു പറയാം അവളുടെ അടുത്ത്. എന്നെ കാണാൻ നിനക്ക് അത്രയ്ക്ക് പൂതിയാണെങ്കിൽ നീ 2 ദിവസം ഇവിടെ വന്നിരിക്കേ. ഞാൻ അവിടെ വന്ന് നിന്ന് എങ്ങനെയമ്മ? കുട്ടികൾക്ക് സ്കൂളും മദ്രസയൊക്കെ ഉള്ളതല്ലേ. നിങ്ങളിവിടെ 2 ദിവസം നിന്നാൽ മതി. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയിക്കോളി. നല്ല ആളും 2 ദിവസം കഴിഞ്ഞ് വിട്ടാക്കണത്. നാളെ നാളെ പോകാ പറഞ്ഞിട്ട് അവിടെ പിടിച്ചിരുത്തും. ഇല്ല, ഇപ്രാവശ്യം ഇരുത്തില്ല. പോരെ? ഞാൻ അവളുടെ അടുത്തൊന്ന് ചോദിച്ചു നോക്കട്ടെ. ചോദിച്ചു നോക്കിയാൽ പോരാ, വരണം. കുട്ടികൾ കുറേ ദിവസമായി ഇങ്ങനെ പറയണം, ഉമ്മമാനെ കാണണം ഉമ്മമാനെ കാണണം എന്ന്. നീ അതിന് സങ്കടപ്പെടുകയൊന്നും വേണ്ട, ഞാൻ വരാൻ നോക്കാം. സജന, എന്തമ്മ? സെലീനെ വിളിച്ചിട്ടുണ്ടായിരുന്നേ. അതെ, എന്താ വെറുതെ വിളിച്ചതാ? ആ, വെറുതെ വിളിച്ചത് തന്നെ. അപ്പം അവൾ എന്നെ അങ്ങോട്ട് വിരുന്നിരിക്കാൻ വിളിക്കുക. എന്നിട്ട് പോകണ്ടോ? എങ്ങനെ പോണ് നിന്നോട് ഒറ്റയ്ക്കാക്കിയിട്ട്? പെണ്ണാണെങ്കിലോ പിടിച്ചു പിടിയാല് നിൽക്കുന്നുണ്ട് വരാൻ പറഞ്ഞിട്ട്. അവൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇന്നമ്മ പോയിക്കോളി. ഞാനിവിടെ ഒറ്റയ്ക്ക് നിൽക്കാം, അതൊന്നും കുഴപ്പമില്ല. അത് വേണ്ട. നിന്നോട് ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എന്തായാലും പോയില്ല. ഇന്ന് നീയും വാ എൻ്റെ കൂടെ, നമുക്ക് രണ്ടാൾക്കും 2 ദിവസം ഇരുന്നിട്ട് വരാം. ഞാനില്ലാന്നോ? എനിക്ക് സ്ഥലം മാറി കിടന്ന ഉറക്കം വരില്ല. ഞാൻ എൻ്റെ വീട്ടിലും കൂടി പോയാൽ നിൽക്കാത്തത് എന്താണ്? എനിക്ക് ഇവിടെ കിടന്നാൽ തന്നെ ഉറക്കം വരുള്ളൂ. അപ്പം പിന്നെ എന്താ ചെയ്യുക? പോണ്ട വെക്കാം. ഞാൻ അവളുടെ അടുത്തൊന്ന് വിളിച്ചു പറയട്ടെ. വേണ്ടമ്മ, താത്ത ആഗ്രഹിച്ച് വിളിച്ചതല്ലേ. നിങ്ങൾ പോയിക്കോളി. ഞാൻ വേണമെങ്കിൽ എൻ്റെ ഉമ്മാനത്ത് ഇവിടെ വന്ന് നിൽക്കാൻ പറയും 2 ദിവസം എനിക്ക് തുണക്കി. പറയും പോലെ അങ്ങനെ ചെയ്യാലോ അല്ലേ? ഉമ്മ വിളിച്ചാൽ വരുമോ? അതൊക്കെ വരും ഉമ്മ. 2 ദിവസത്തെ കാര്യമല്ലേ. നിങ്ങൾ 2 ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ട് വരണം കേട്ടോളി. 2 ദിവസം പറഞ്ഞിട്ട് പോയിട്ടേ 10-15 ദിവസം നിൽക്കാൻ നിൽക്കണ്ട അവിടെ. താത്താക്കൊരു സ്വഭാവം ഉണ്ടേ, നിൽക്കിയും പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ പിടിച്ചിരുത്തും. അത്ര ദിവസമൊന്നും എൻ്റെ അമ്മ അവിടെ നിൽക്കില്ല. അത് പിന്നെ എനിക്കറിയില്ലേ. ഞാൻ 2 ദിവസം തന്നെ നിൽക്കുള്ളൂ. 3-ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഉണ്ടാവും. എന്നമ്മ സമാധാനമായിട്ട് പോയിട്ട് വരി. എന്നിട്ട് എപ്പോഴാണ് പോണ്? ഇന്ന് തന്നെ പോകണ്ടോ? ഇനിയിപ്പോൾ എന്താ ഇന്ന് പോണ്? നേരെ എത്രയായില്ലേ? ഇനി നാളെ പോവാം. ഞാൻ അവളുടെ ഒന്ന് വിളിച്ചു പറയട്ടെ നാളെ വരാന്ന്. എന്നാൽ ഞാൻ അമ്മാൻ്റെ അടുത്തും പറയട്ടെ വരാൻ. ഉമ്മ അതാ ചായ കുടിച്ചോളി. അവിടെ വെച്ചടി. ഞാൻ ഈ സാരി ഒന്ന് മാറ്റിയിരട്ടെ. നിന്റെ അമ്മായിമ്മ മറ്റന്ന് തന്നെ വരുമല്ലോ അല്ലേ? എന്തിനാണ്? അല്ല, എനിക്കങ്ങോട്ട് പോകാനേ. എൻ്റെ പൊന്നുമ്മ, നിങ്ങളിപ്പോൾ ഇന്ന് ഇങ്ങോട്ട് വന്നിട്ടല്ലേ ഉള്ളൂ. ഇന്ന് സമാധാനമായിട്ട് ഇരിക്കേ. പോകേണ്ട കാര്യമൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. ഞാനതല്ല ആലോചിക്കണതേ. എന്നാലും എങ്ങനെയാ തള്ളിക്ക് ഇങ്ങനെ മനസ്സ് വന്നത് നിന്നിവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാന്? സ്വന്തം മകളാണെങ്കിൽ പോവോ? അതാണ് മകളും മരുമകളും തമ്മിലുള്ള വ്യത്യാസം. അതിനാരും ഒറ്റയ്ക്കാക്കിയിട്ട് പോയത്? അതിനാണല്ലോ നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. ഞാനുള്ളതുകൊണ്ട് ശരി, ഇല്ലെങ്കിലോ ഒറ്റയ്ക്കാക്കിയിട്ട് പോവുക തന്നെയല്ലേ. അങ്ങനെ പോവൊന്നുമില്ല അമ്മ. പൂല്ലാവർത്തിരുന്നത് തന്നെയാണ്. അപ്പം ഞാനാ പറഞ്ഞത് നിങ്ങൾ പോയിക്കോളി, ഞാൻ നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു വരാൻ പറയാന്ന്. നീ അങ്ങനെ പറഞ്ഞില്ലെങ്കിലും അവർ പോവും. എനിക്കറിയില്ലേ. ഇനിയിപ്പോൾ 2 ദിവസം പറഞ്ഞിട്ട് ഇവിടുന്ന് പോയിട്ടുണ്ട്. ഇനി 10 ദിവസം കഴിയാണ്ട് അവന് ഈ ഭാഗത്തേക്ക് പ്രതീക്ഷിക്കണ്ട. അതെങ്ങനെ നിങ്ങൾക്കറിയാ? അതെന്തപ്പം അത്ര അറിയാനുള്ളത്? മകളുടെ അടുത്തേക്കല്ലേ പോയിക്കണ്. മക്കളുടെ അടുത്തേക്ക് ഏത് തള്ളാർ പോയാലും ചുരുങ്ങിയത് ഒരാഴ്ചയെങ്കിലും ഇരിക്കും. എന്നിട്ടെന്താ നിങ്ങളിരിക്കാത്തത്? മറ്റേ തന്നെ അങ്ങോട്ട് പോകണം പറയണോ? അപ്പം എന്താ നിങ്ങൾ എൻ്റെ തള്ളയല്ലേ? എനിക്കെന്ന് പറഞ്ഞാലേ നിന്റെ അമ്മായിമ്മ പോലെ വിരുന്ന് നടക്കാൻ പറ്റില്ല. നിന്റെ അമ്മായിമ്മയ്ക്ക് 365 ദിവസം വിരുന്നിരിക്കുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല. നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വൃത്തി പോലെ ചെയ്യുമല്ലോ. അപ്പം അവിടെ ഫസീലുണ്ടല്ലോ, പിന്നെന്താണ്? നല്ല സാധനം. അത് ഉള്ളതും ഇല്ലാത്തതൊക്കെ കണക്കാണ്. ഒരു പണി നേരാവണ്ണം ചെയ്യില്ലടി. ഇങ്ങനെ തൊട്ടും പിടിച്ചും സമയം കളയാന്നല്ലാണ്ട്. അത് എടുക്കണമെങ്കിൽ തന്നെ 8 മണിയാവും. എന്നിട്ട് വന്നിട്ട് തൊട്ടും പിടിച്ചും ഇങ്ങനെ നിന്നിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചതൊക്കെ ഈ എടുത്ത് തിന്നിട്ട് പോകും. എന്നിട്ട് ആ റൂമിൽ പോയി ഇരുന്ന ഉച്ചയ്ക്ക് ചോറിനാനല്ലാണ്ട് ഇങ്ങോട്ട് ഇടിച്ചു വരില്ല. അല്ലോ, ഇങ്ങനെ ഒരു സാധനം എനിക്ക് കാണുന്നതേ ഇഷ്ടമല്ല. നിങ്ങൾക്ക് അല്ലെങ്കിൽ ആരിനെ ഇഷ്ടമുള്ളത്? മരുമകളിനെ ഇഷ്ടമല്ല, എൻ്റെ അമ്മായിമാനെ ഇഷ്ടമല്ല, നാട്ടുകാരനെ ഇഷ്ടമല്ല. നാട്ടേൻ്റെ കാര്യം പറഞ്ഞപ്പോഴാടി നമ്മുടെ ആ സൽമാൻ്റെ മരുമകളില്ലേ, ആ പെണ്ണ് തെറ്റിപ്പോയടി. എന്താ അത്? അത് നല്ലൊരു പെൺകുട്ടിയായിരുന്നല്ലോ. പിന്നെന്താ എങ്ങനെയായി? അമ്മായിമ്മ പോര്, അല്ലാണ്ട് എന്താണ്? ഇവള് ആ പെണ്ണിനൊരു സൗരം പറഞ്ഞു കൊടുക്കില്ല. അതിന് പിന്നാലെ നടന്നുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. ആ പെണ്ണാണെങ്കിൽ ഒരു പഞ്ചപാവാട്ടോ, ഒന്നും തിരിച്ചു പറയാൻ നിൽക്കില്ല. ഇവര് തള്ളിയും മകനും അതന്നെ എളുപ്പം കണ്ടേ.
ചെക്കനും കണക്കന്നെ. ചെക്കൻ സലിമ പറഞ്ഞതിന്റെ അപ്പുറം നിൽക്കില്ല. ഇവര് രണ്ടും കൂടി അതിന് പഴിയെടുത്ത് സഹി കെട്ട് പോയതാ പെണ്ണ്. പാവം തന്നെ കേട്ടാ. ബന്ധം ഒഴിയണെന്നൊക്കെ കേട്ടത്. അവളുടെ മാമാരൊക്കെ ഇടപെട്ടിട്ടേ കേസ് കൊടുത്തിട്ടത്രേ ഗാർഹിക പീഡനത്തിനേ. ഇന്നെ തള്ളയ്ക്കും മകനും കൂടിയിട്ട് ജയിലിൽ പോയിട്ട് ഗോതമ്പുണ്ട തിന്നെ. എന്താ ഒരു കഷ്ടം. ഞാൻ എന്നിട്ട് ഇങ്ങനെ എപ്പോഴും ആലോചിക്കൂടി, നല്ല തങ്കം പോലെ ഒരു പെണ്ണ്, അതിന് എനിക്ക് മരുമകളായിട്ട് കിട്ടിയതാണെങ്കിലോ എന്ന്. എന്നിട്ട് നമ്മുടെ വീട്ടിലുള്ളതിന് അവൾക്കും കിട്ടണമായിരുന്നു. അവളുടെ സ്വഭാവത്തിന് ഇവിടെ ചേരുള്ളൂ. നിങ്ങൾ എന്തൊക്കെയാണ് ഭ്രാന്ത് പറയണ്? ഭ്രാന്തൊന്നും അല്ലടിയേ, അതിൻ്റെ സ്വഭാവം നിനക്ക് അറിയാണ്ടാണ്. പിന്നെ അവളുടെ സ്വഭാവത്തിനൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ വരുമ്പോഴൊക്കെ നല്ല സ്വഭാവമാണല്ലോ. പിന്നെ എന്താ നിങ്ങളുടെ അടുത്ത് മാത്രം ഇങ്ങനെ മോശം സ്വഭാവം കാണിക്കാൻ? നിന്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ നീ എപ്പോഴെങ്കിലും കൂടുമ്പോൾ വരുമ്പോഴേ ഉള്ളൂ. അപ്പോൾ അവള് സ്നേഹം പോലെയൊക്കെ അഭിനയിക്കും. ഞാനെന്ന് പറഞ്ഞാൽ 365 ദിവസം അവളുടെ കൂടെ കഴിയണത്. അപ്പോൾ അവൾക്ക് അഭിനയിക്കാൻ പറ്റില്ല. അപ്പോൾ ഒറിജിനൽ സ്വഭാവമൊക്കെ പുറത്ത് വരും. മതി ഉമ്മ, വന്നപ്പോൾ തുടങ്ങിയതല്ലേ ഓരോരുത്തരുടെ കുറ്റം പറയാന്. ഒന്ന് നിർത്തി. കാര്യങ്ങൾ പറയുന്നത് എങ്ങനെയാണ് കുറ്റാവണത്? പക്ഷെ എന്താ ഒരു കഷ്ടാണ്. അവിടെ നിന്റെ വാപ്പാനത്ത് എന്തെങ്കിലും പറയാൻ പോയാലും പറയും കുറ്റം പറയണ്ടാന്ന്. ശരി, എന്നാ മകൻ്റെ അടുത്ത് പറയാൻ പോയാലോ മകനും പറയും കുറ്റം പറയണ്ടാന്ന്. അപ്പൊ അതാ മകളും പറയുന്നു കുറ്റം പറയണ്ടാന്ന്. നിങ്ങൾക്കൊക്കെ ഞാൻ കാര്യം പറയുമ്പോൾ കുറ്റാണ് അല്ലേ? ശരി, എന്നാ പറയാണ്ടിരുന്നാ പോരെ. അതാ, നിങ്ങൾ എന്തിനാന്ന് അതൊക്കെ ചെയ്യാൻ നിൽക്കണ്? അതവിടെ വെക്കി, ഞാൻ ചെയ്യേ. ആ, അതൊക്കെ ഇപ്പൊ എനിക്ക് ചെയ്യാനുള്ളത് തന്നെ ഉള്ളൂ. അവിടെ ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യല്. അടുക്കളയൊക്കെ നല്ല നീറ്റായിട്ട് കട്ടുന്നുണ്ടല്ലോ. അങ്ങനെ വേണം പെൺകുട്ടികളായാലേ. അവിടുത്തെ അടുക്കള കാണണം നീ. തിന്ന പാത്രം കഴുകാണ്ട് ഓരോടത്ത്, പച്ചക്കറി മുറിച്ചതിൽ വേസ്റ്റ് വേറൊരോടത്ത്. അടുക്കള വൃത്തിന്ന് പറയുന്നത് ഉണ്ടാവില്ല. വീട്ടിൽ വന്ന് കയറിയ പെണ്ണുങ്ങൾ വേണം ഇതൊക്കെ ചെയ്യാനേ. അതിന് ആ പെണ്ണിത് വല്ലതും അറിയോ? അതിനിങ്ങനെ തിന്നണം 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 എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ. ഓ, ഒന്ന് നിർത്തി നിങ്ങള്. വന്നപ്പോ തുടങ്ങിയതല്ല അതിന്റെ കുറ്റം പറയാന്. ഓ, നാത്തൂനെ പറഞ്ഞപ്പോ അവൾക്ക് പറ്റിയില്ല. പറ്റാണ്ടല്ല, എത്ര ഇത് കേൾക്കുക. നിങ്ങൾക്ക് ഒരാളുടെ കുറ്റവും കുറവും പറയാണ്ടിരുന്ന് പറഞ്ഞ സമാധാനം കിട്ടില്ല അല്ലേ? അവിടെ ഇങ്ങനെ തന്നെ നാട് മുഴുവൻ നടന്നുകൊണ്ട് എല്ലാവരും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കണ്ടാവൂല്ലേ? പിന്നെ എനിക്ക് അതല്ലേ പണി. ഞാൻ വീട് വിട്ട് എവിടെയും പോക്കില്ല. അല്ലാന്ന് പറഞ്ഞ് വീട്ടിൽ തന്നെ ഇരിക്കും. ഇരിക്കണ ഒരാള്. എന്നിട്ട് എങ്ങനെ സൈനബ് താത്താന്റെ മരുമകള് തെറ്റിപ്പോയതൊക്കെ അറിഞ്ഞ് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ആളാണെങ്കിൽ? ആ, അത് ഞാൻ കുടുംബശ്രീ പോയി പറഞ്ഞതാണേ, അല്ലാണ്ട് ഇത് അറിയാൻ വേണ്ടി പോയതൊന്നല്ല. ഇനിയിപ്പോൾ എന്താണെങ്കിലും ശരി, അതിൻ്റെ കുറ്റമൊന്നും പറയാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് ഉച്ചയ്ക്ക് എന്താ കഴിക്കാൻ വേണ്ട? ഞാൻ പോയി ഇറച്ചി വാങ്ങിട്ട് വരട്ടെ. അപ്പം മീനൊന്നും വരില്ല ഇവിടെ? മീനൊക്കെ വരും, അത് എന്നും വരുന്നതല്ലേ. ഇറച്ചിയാകുമ്പോൾ ഒരു സ്പെഷ്യലല്ലേ. ഓ, എനിക്കിപ്പോൾ മീനായാലും മതി. അല്ലാണ്ട് നിന്റെ അമ്മായിമാനെ പോലെ ഇറച്ചി ഉണ്ടെങ്കിലേ ചോറ് ഇറങ്ങുന്നൊന്നും എനിക്കില്ല. കണ്ട, അതിനും എൻ്റെ അമ്മായിമാനെ വലിച്ചിട്ടു. അവർ നിങ്ങളുടെ എപ്പോഴാന്ന് പറഞ്ഞ് ഇറച്ചി ഉണ്ടെങ്കിലേ ചോറ് ഇറങ്ങുള്ളൂ എന്ന്. അപ്പം നീയല്ലടി അന്ന് അവർ വീട്ടിലേക്ക് വന്നപ്പോൾ ഇറച്ചി വാങ്ങി കൂട്ടാൻ വെച്ച് കൊടുത്ത്. അത് അവർ എപ്പോഴെങ്കിലും വരുമ്പോൾ സ്പെഷ്യൽ എന്തെങ്കിലും കൊടുത്തില്ല പറഞ്ഞ മോശമല്ലേ പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്. ആ, അങ്ങനെയാണെങ്കിൽ നീ പോയി ഇറച്ചി വാങ്ങിക്കോ. നിങ്ങൾക്കിനി ഇറച്ചിയില്ല മീനും ഇല്ല. ഇവിടെയുള്ള പച്ചക്കറി കൂട്ടി തിന്നാൽ മതി. ഇല്ല അത്ര. നീ എന്തെങ്കിലുമൊക്കെ കാട്ടടി അമ്മ. നിന്റെ കയ്യിലുണ്ടായിരുന്ന വള എവിടറി? ഞാൻ വന്നപ്പോൾ തന്നെ ചോദിക്കണം വിചാരിച്ചതാണ്. ഓ, വരുമ്പോഴേക്ക് നിങ്ങൾ അതും കണ്ടുപിടിച്ചോ? പിന്നെ കൈക്ക് നോക്കിയാൽ കാണില്ലേ? എവിടെ അത് അഴിച്ചു വെച്ചിക്കേ? അല്ല, അത് നാത്തോൻ പണയം വെച്ചിക്കുക. അവർക്ക് കാശിന് എന്തോ അത്യാവശ്യമുണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ അത് ചോദിക്കുമ്പോഴേക്ക് നീ അഴിച്ചു കൊടുത്തോ? അവർക്ക് എന്തെങ്കിലും പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലേ അവരുടെ മുതൽ പണയം വെക്കട്ടെ. നീ എന്തെങ്കിലും ചോദിക്കുമ്പോഴേക്ക് അഴിച്ചു കൊടുക്കാൻ നിന്ന്? അതിന് നിങ്ങൾ എന്തിനാ എത്ര ബേജാറാവണ്? അവരത് എടുത്തു തരുവേ. അല്ലെങ്കിൽ നിനക്ക് സ്നേഹം ഇവിടെയുള്ളവൻ്റെ അടുത്താണല്ലോ. കൂട്ടിരിക്കാനും കാവലെ ഇറക്കാനൊക്കെ ഞങ്ങൾ വേണം. എന്നാൽ സഹായം ചെയ്യുന്നത് മൊത്തം മാപ്പിളാൻ്റെ വീട്ടിലിരിക്കും. അന്നും സ്വഭാവം. അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? ഞാൻ നിങ്ങളെ സഹായിച്ചിട്ടില്ലേ? എപ്പോൾ സഹായിച്ച്? ഇത്ര പെട്ടെന്ന് മറന്നാ? ബാപ്പാക്ക് വയ്യാണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയപ്പോഴേ ഡിസ്ചാർജ് ആക്കുമ്പോൾ കാശ് തയ്യില്ല പറഞ്ഞിട്ട് എൻ്റെ മാല ഊരി തന്നത് ഓർമ്മല്ല? ആ, അത് നമ്മൾ എടുത്തരും ചെയ്തില്ലേ. എപ്പോ? 1.5 കൊല്ലം കഴിഞ്ഞിട്ടാ. എപ്പോഴായാലും എടുത്തു തന്നില്ലേ? നീ എന്താ അതിന് കണക്ക് പറയേ? കണക്ക് പറഞ്ഞതൊന്നല്ല, നിങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. ഇവിടുത്തെ ഉമ്മയെ നിങ്ങൾക്കത് തന്നപ്പോഴേ എന്തിനാ കൊടുത്ത് ഏതിനാ കൊടുത്ത് പറഞ്ഞിട്ട് ഒന്നും ചോദിക്കാൻ വന്നിട്ടില്ല. കൊടുത്തത് നന്നായി എന്നാ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ടിപ്പോൾ നിങ്ങൾ പറയണതോ? അതാണ് നിങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം. എന്ത് വ്യത്യാസം കൂടി? അവർക്ക് അങ്ങനെയൊക്കെ പറയാ. കാരണം അത് അവർ നയിച്ചുണ്ടാക്കിയതൊന്നും അല്ലല്ലോ. ഞാനും നിന്റെ വാപ്പി നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട് അത് നിനക്ക് തരാന്. അപ്പൊ അത് നീ കണ്ടവർക്കൊക്കെ പണയം വെക്കാനും വിൽക്കാനൊക്കെ കൊടുക്കുമ്പോഴേ നല്ല വിഷമം ഉണ്ടാവും നമുക്ക്. നിങ്ങളിപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എൻ്റെ ഉള്ള സമാധാനം കൂടി കളയാനാ?
ഇതിലും നല്ലത് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നതായിരുന്നു. ആടി അങ്ങനെ തന്നെ പറയുന്നുണ്ട്. നീ വിളിക്കുമ്പോഴേക്കും ആ തന്ത്രിനെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഓടിപ്പിടിച്ച് വന്നില്ലേ ഞാൻ. അപ്പം എന്നെ പറഞ്ഞാൽ മതി. അപ്പം എന്തിനാ നിങ്ങൾ ആവശ്യമില്ലാത്തതൊക്കെ പറയാൻ നിൽക്കുന്നത്? ഞാൻ എന്താ ആവശ്യമില്ലാത്തത് പറഞ്ഞത്? കയ്യിൽ കിടക്കണ വള കാണാണ്ടായപ്പോൾ എവിടെയെന്നല്ലേ ചോദിച്ചിട്ടുള്ളൂ. നീ എന്തെങ്കിലുമൊക്കെ കാട്ടടേ അമ്മ. ഞാൻ ചോദിക്കാനും വരുന്നില്ല, പറയാനും വരുന്നില്ല. അവനെവിടെ പണിക്ക് പോയാ? ആ, വാപ്പാക്ക് മരുന്നൊക്കെ എടുത്തു കൊടുത്തില്ലേ? ആ, അതൊക്കെ കറക്റ്റ് സമയത്ത് എടുത്തു കൊടുക്ക്. മൂപ്പര് ചോദിക്കാനും നിൽക്കില്ല. ചോറും കൂട്ടാനൊക്കെ ആയി എന്നിട്ട്? അപ്പൊ ഇത്ര നേരമായിട്ടും ആയിട്ടില്ല അപ്പോ? അപ്പൊ നീ ഇത്ര നേരം എന്താ അവിടെ കാട്ടുന്നത്? വാപ്പാക്ക് 12 മണിക്ക് തന്നെ കഞ്ഞി കുടിക്കണമെന്ന് അറിയില്ല നിനക്ക്? നീ ഇതൊക്കെ ആയിട്ട് എപ്പോ കൊടുക്കാൻ വരട്ടെ നീയേ? എന്നാ വേഗം നോക്ക്. ഞാൻ അവിടെ ഇല്ലാവട്ട് കാര്യങ്ങൾക്കൊന്നും മുടക്കം വരുത്തണ്ട. ഒക്കെ കറക്റ്റായിട്ട് ചെയ്യ്. അവളതാ അടുക്കളയിൽ എന്തൊക്കെയാ പണി തിരക്കില്ലാ തോന്നുന്നുണ്ട്. ഞാൻ പിന്നെ വിളിക്കാൻ പറയാ. ശരി എന്നാ വെച്ചോ. ഞാൻ നാളെ തന്നെ അങ്ങോട്ട് വരും. ശരി ശരി. ആരാ? ഫസീലായിരുന്നു? നിങ്ങൾ എന്തിനാ അവളുടെ അടുത്ത് നുണ പറഞ്ഞ്? എന്ത് നുണ? ഞാൻ പണിയിലായിരുന്നു എന്ന്. ഞാനിവിടെ വന്ന് അങ്ങനെ വടി പോലെ നിൽക്കുന്നത് കാണില്ല നിങ്ങൾക്ക്? അങ്ങനെ പറഞ്ഞാൽ തന്നെ അവള് വേഗം ഫോൺ വെക്കുള്ളൂ. അവിടെ പണികളൊന്നും ഒരുങ്ങിയിട്ടില്ല അത്രേ. വാപ്പാക്ക് 12 മണിയാകുമ്പോഴേക്ക് കഞ്ഞി കുടിക്കേണ്ടതാണ്. ചോറും കൂട്ടാനും ഒന്നും ആയിട്ടില്ല പറഞ്ഞായിരുന്നു. നീ നിന്റെ അടുത്ത് കൂട്ടം കൂടി നിന്ന് പറഞ്ഞാലേ പണികളൊന്നും നടക്കില്ല. ശരി എന്നാ വരി, ചായ കുടിക്കുക. എന്താടി നിന്റെ അമ്മായിമ്മ പോയിട്ട് ഇപ്പോൾ 3 ദിവസമായല്ലോ. എന്താ ഇങ്ങോട്ട് കാണാത്തത്? ഒന്ന് വിളിച്ചോക്കേ, എപ്പോഴും അങ്ങോട്ട് വരുന്നതെന്ന് അറിയാന്. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു തോന്നും. അവർ 4 ദിവസം കൂടി ഇരുന്നിട്ട് അത്ര വരുന്നുള്ളൂ. എന്താ ഒരു കഷ്ടം നോ. ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ നിന്റെ അടുത്ത് 2 ദിവസം പറഞ്ഞാൽ അത് എങ്ങനെ ഒരാഴ്ചയാവുമെന്ന്. ഇപ്പൊ ഞാൻ എന്താ കാട്ടുറപ്പേ? നീ ഒന്ന് വിളിച്ചിട്ട് തന്നെ വരാൻ പറയേ. എനിക്ക് ഇന്ന് പോകാണ്ട് പറ്റില്ലാട്ടാ. അവിടെ വാപ്പാനെ ഒറ്റയ്ക്കാക്കിയിട്ടാ വന്നിക്കണു ഞാൻ. അതിന് അവിടെ ഷെബീറും ഫസീലേക്ക് ഇല്ലേ വാപ്പാന്റെ കാര്യങ്ങളൊക്കെ നോക്കാന്? അവരുണ്ടെങ്കിൽ ഞാൻ ഉള്ള പോലെയായ. വാപ്പാക്ക് നേരത്തെ മരുന്നൊക്കെ എടുത്തു കൊടുക്കേണ്ടതാണ്. അതുപോലെ കുളിക്കാനൊക്കെ വെള്ളവും ചൂടാക്കി കൊടുക്കണം. അവർ ഞാൻ ചെയ്യും പോലെയൊക്കെ ചെയ്യുമോ? എന്നാൽ നിങ്ങൾ വാപ്പാനെ വിളിച്ചിട്ടേ വാപ്പാനെ തിങ്ങട് വരാൻ പറയേ. ഞാൻ ഇവിടുന്ന് ഒരു ഓട്ടോ വിട്ടാക്കാം വാപ്പാനെ കൊണ്ടുവരാൻ. നല്ല ആളും വരുന്നത്. വാപ്പാക്കും നിന്നെ പോലെ സ്ഥലമാർക്കാരന്ന് ഉറക്കം വരില്ല. മൂപ്പർക്ക് ആകെ വേണ്ടത് ഉറക്കാണ്. അപ്പൊ പിന്നെ എന്താ ചെയ്യുക? എന്താ ചെയ്യണ്? അവരുടെ അടുത്ത് വിളിച്ചിട്ട് തന്നെ ഇങ്ങോട്ട് വരാൻ പറയേ. എന്താ പിന്നെ അവരവിടെ മകളെടുത്ത് പോയി വരുന്നിരുന്ന് സൂഹിക്കുക. ബാക്കിയുള്ളവർ ഇവിടെ കടന്ന് ഇറങ്ങാറാകുക. ഞാൻ എങ്ങനെയൊന്നും വിളിച്ചു വരാൻ പറയുക? നീ പറഞ്ഞാലും ശരി പറഞ്ഞില്ലെങ്കിലും ശരി, ഞാൻ ഇന്ന് തന്നെ അങ്ങോട്ട് പോകുകയാണ്. ആ തന്തനെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് വന്നിട്ടേ എനിക്ക് ഒരു സമാധാനവും ഇല്ല. എന്നാ ഫസീലാൻ്റെ അടുത്ത് ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞാലോ? ഫസീലേ? അവളിപ്പോൾ ഇവിടെ വന്ന് നിന്നു പറഞ്ഞാൽ അവൻ്റെ കാര്യങ്ങൾ നോക്കാൻ അവിടെ ആള് വേണ്ടേ? അതിന് നിങ്ങൾ അങ്ങോട്ട് പോകണ്ടല്ലോ. എത്ര ആൾ വേണം അവനെ നോക്കാന്? എന്നാ നീ വിളിച്ചിട്ട് അവൾ എന്താ പറയണ നോക്ക്. എന്നിട്ട് എപ്പോഴാ വരുന്നത് ഇങ്ങട്? ആ ആ എന്നാ ഞാൻ പറയാം. എന്താ പറഞ്ഞ്? വരാ പറഞ്ഞിട്ടുണ്ട്. ഷെബീറിന് ഉച്ചവരെ എത്ര പണിയുള്ളൂ. അപ്പോൾ ഉച്ചയ്ക്കാവുമ്പോൾ പണി മാറ്റി വന്നിട്ടേ അവളിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കിയിട്ട് നിങ്ങളെ ആ വണ്ടി തന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളടുത്ത് മാറ്റി നിൽക്കാൻ പറഞ്ഞു. എന്നാ ഞാൻ പോയി മാറ്റാൻ നോക്കട്ടെ. ഇപ്പം തന്നെ? അവർ ഉച്ച കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരുള്ളൂ. നിങ്ങൾ ചോറൊക്കെ കൊണ്ടു കഴിഞ്ഞിട്ട് മാറ്റിയാൽ മതി. പറയും പോലെ. ഞാനെന്തിനാ ഇപ്പം തന്നെ മാറ്റാൻ നിൽക്കണില്ലേ? ഇപ്പം സമാധാനമായില്ലേ? എന്ത് സമാധാനം? ഞാൻ അവിടെ പോയി നിന്റെ കാര്യം ആലോചിച്ചിട്ടായിരിക്കും ടെൻഷൻ. നിങ്ങളുടെ കാര്യം എന്നാ കേൾക്കണ. നീ എന്നാ അടുത്ത വരവ്? ഞാനൊന്നും ഇങ്ങോട്ട് വരാൻ നിൽക്കണില്ല. നീ ഒഴിവിട്ടുമ്പോൾ അങ്ങോട്ട് വാ.